അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പവർ സിസ്റ്റത്തെ പവർ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അതിനകത്തുനിന്ന് പറയുന്നുള്ളൂ. പവർ ജനറേഷൻ എന്ന് മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജനറേഷൻസും. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയുന്നത്, പ്രധാനമായിട്ട് ഇപ്പൊ നമ്മളെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് നമ്മളെ എനർജി സോഴ്സസ് ഡിഫറെന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ, അതായത് കൺവെൻഷണൽ നമുക്ക് പവർ പ്ലാന്റുകൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ മൂന്ന് പവർ പ്ലാന്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അതായത് നമ്മളെ തെർമൽ, ഹൈഡ്രോ, അതുപോലെ നമ്മളെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഈ 3 പവർ പ്ലാന്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, നോക്കിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മളെ സോളാറും അതുപോലെ തന്നെ എന്താണ് നമ്മളെ സോളാറും വിൻഡും കേട്ടോ. സോളാറും വിൻഡും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. കാരണം നമ്മളെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സോളാറിനും വിൻഡെന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യാം കേട്ടോ. എക്സാമ്പിൾ ഫോർ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്: കോൾ, നാച്ചുറൽ ഗ്യാസ്, സൺ ആൻഡ് പെട്രോളിയം. എക്സാമ്പിൾ ഫോർ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഈ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റു രൂപത്തിൽ അതിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, പറയാം. പക്ഷെ അത് എല്ലാത്തിലും എടുക്കുമ്പോൾ അത് ചെറിയ മാറ്റങ്ങളൊക്കെ വരും. കാരണം നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഓപ്ഷൻ തന്നിട്ട് വേണം, അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇവിടെ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് കോള്, നാച്ചുറൽ ഗ്യാസ്, സണ്ണ് ആൻഡ് പെട്രോളിയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് കാര്യം വേണ്ട അറിയാം. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഏതായിരിക്കും, സണ്ണാണ് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി വെക്കുക. അതേപോലെ തന്നെ ആ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ സോഴ്സ് കൺവെൻഷണൽ സോഴ്സും എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ റിന്യൂവബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ ആണെന്ന് പറയാം. ആൻഡ് നോൺ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണെന്ന് പറയാം അല്ലെ. അത് കറക്റ്റ് ആയിട്ടൊരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പവർ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള എനർജി സോഴ്സസിനാണ് നമ്മൾ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നോൺ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പൂർണ്ണമായിട്ടും പവർ കപ്പാസിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. നമുക്ക് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതായത് ബെസ്റ്റ് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നും, നമ്മൾ ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നും പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാം അല്ലെ. ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നുണ്ടായിരിക്കാം. പിന്നെ നമ്മൾ പൊല്യൂഷന്റെ കാര്യത്തിലാണ് മറ്റൊരു കാര്യം പറയാറുള്ളത്. പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്തുണ്ടാവും, പൊല്യൂഷൻ ഉണ്ടായിരിക്കും അല്ലെ. അത് ഏതെങ്കിലും ഒരു കാരണത്താൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു പൊല്യൂഷൻ വരാൻ കാരണമായിട്ട് അത് വരും അല്ലെ. അപ്പൊ നമ്മുടെ കോൾ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ന്യൂക്ലിയർ ആണെന്നുണ്ടെങ്കിലും എങ്ങനെയായാലും ഏതെങ്കിലും ഒരു കാരണത്താൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ ഒരു പൊല്യൂഷൻ വരാൻ കാരണമായിട്ട് വരും എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ നമ്മൾ എടുക്കാം കേട്ടോ. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, പൊല്യൂഷൻ ഫ്രീ ആയിട്ട് വരുന്നതാണെന്ന് നമുക്ക് പറയാം. പൊല്യൂഷൻ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാം അല്ലെ. അതിൽ കോൾ, ഫോസിൽ ഫ്യൂൽസ് അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു കൺവെൻഷണൽ എനർജി സോഴ്സസിനകത്ത് പറയാം. നോൺ കൺവെൻഷൻ ആണെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ ബയോമാസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which of the basic necessity for the economic development of a country that exists in different forms in nature? Energy, work, power and velocity ആണ് പറഞ്ഞിട്ടുള്ളത്. which is the basic necessity for the economic development of a country that exists different in nature എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനർജി, വർക്ക് ആൻഡ് വെലോസിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് അതിന്റെ ആൻസർ എന്തായിരിക്കും, എനർജി ആയിരിക്കും അല്ലെ. അതായത് ഫോംസിൽ നമുക്ക് നമ്മളെ വേണ്ടിയിട്ട് നമ്മളെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫോഴ്സസ്, നാച്ചുറലി ഡിഫറെന്റ് ആയിട്ടുള്ള ഫോംസസ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ. അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ട് പല ഫോംസിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എനർജി ആയിട്ട് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. 2025 066 അല്ലെ, 066 or 65 കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മളെ സാധാരണ ഒരു എക്സാമിന് വേണ്ടി നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. നെക്സ്റ്റ്: which of the following power plant is free from environmental problems? Diesel engine, nuclear power plant, hydroelectric power plant and steam power plant. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. which of the following power plant is free from environmental problems എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡീസൽ എഞ്ചിൻ ഉണ്ട്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ട് ആൻഡ് സ്റ്റീം പവർ പ്ലാന്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്ത് എൻവയോൺമെന്റൽ പ്രോബ്ലത്തിന് ഫ്രീ ആയിട്ടുള്ളത് ഇതിനകത്തുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് പവർ പ്ലാന്റ് ആർ ഫ്രീ ഫ്രം എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആണ് ചോദിച്ചിട്ടുള്ളത്.
അങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിക്ക് ചെയ്യേണ്ടി വരിക കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. പക്ഷേ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നമുക്ക് സോളാറൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നമ്മൾ സോളാർ ആണ് പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ സോളാർ ആണ് ഇപ്പൊ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്, അതായത് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഇല്ലാതെ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറവ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉള്ളതായിട്ട് നമ്മൾ പറയുന്നത് സോളാറിന്റെ കൺസെപ്റ്റിലാണ് ഇപ്പൊ പറയുന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് എല്ലാ പവർ പ്ലാന്റിന്റെ കേസിലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അല്ലെ. ഏറ്റവും ലീസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ, സീറോ എൻവയോൺമെന്റൽ പ്രോബ്ലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും ലീസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനകത്ത് ഇപ്പൊ നമ്മൾ എടുക്കുന്നത് സോളാർ ആണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സോളാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ ആൻസർ ചെയ്യേണ്ട, സോളാർ ആൻസർ ചെയ്യാം. സോളാർ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഹൈഡ്രോ ഉണ്ടായിരിക്കും. ഹൈഡ്രോ ഇപ്പൊ നമുക്ക് വന്ന ക്വസ്റ്റ്യൻ പോലെ ഹൈഡ്രോ ഉണ്ടായിരിക്കും. ഹൈഡ്രോ ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരിക. പിന്നെ ന്യൂക്ലിയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ന്യൂക്ലിയർ ഇപ്പൊ പുറത്തേക്ക് ജസ്റ്റ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിലും അതൊരു എൻവയോൺമെന്റൽ പ്രോബ്ലം ഉള്ളത് തന്നെയാണ് അല്ലെ. നമുക്കത് പ്ലാന്റ് അത്രയും ഇതായിട്ടാണ് സെക്യൂർഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉള്ള കാര്യം തന്നെയാണ് ഇപ്പൊ ന്യൂക്ലിയറിന്റെ കേസിൽ. അപ്പൊ അതൊന്ന് ഡൗട്ട്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ന്യൂക്ലിയറിന്റെ കേസും കൂടെ അങ്ങനെ ഓർത്ത് വെക്കുക. ന്യൂക്ലിയർ ഒക്കെ നമ്മൾ സാധാരണ ഇതിൽ ഹൈ ഗ്രേഡ് കൊടുക്കുന്നതാണ്. എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉള്ള രീതി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെടുക്കുന്നത്. പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്, അതിൽ ഫ്യൂവൽ യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രമാണ് ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലം ഇല്ല എന്നുള്ള പറയാനുള്ളതേ ഉള്ളൂ. ഡാമിന്റെ കൺസെപ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, അവിടെ എൻവയോൺമെന്റൽ പ്രോബ്ലം ഉള്ളതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ സോളാർ ആണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇതും കൂടി ഓർത്ത് വെക്കുക. അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സോളാർ വന്നു കഴിഞ്ഞാൽ അതാണ് ഇപ്പൊ നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. വേറെ എന്തുണ്ടെങ്കിലും സോളാർ ആണ് ആൻസർ എഴുതേണ്ടത്. സോളാർ ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കി നോക്കിയതിന് ശേഷം എഴുതാം. മിക്കവാറും ഹൈഡ്രോ ആണ് ഉണ്ടാവുക കേട്ടോ. സോളാർ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഹൈഡ്രോ ഉണ്ടാവും. ഹൈഡ്രോന് സോളാറും കൂടി വന്നു കഴിഞ്ഞാൽ സോളാർ ആണ് എഴുതേണ്ടത്. വിച്ച് ഫ്യൂവൽ ഈസ് അവൈലബിൾ ഇൻ പ്ലന്റി ഇൻ ഇന്ത്യ ഫോർ പവർ ജനറേഷൻ? കോൾ, ഡീസൽ, ഗ്യാസ് ഓയിൽ ആൻഡ് ഗ്യാസോലിൻ അല്ലെ. ഇപ്പൊ എന്താ ചോദിച്ചുള്ളത്, വിച്ച് ഫ്യൂവൽ ഈസ് അവൈലബിൾ ഇൻ ഇന്ത്യ ഫോർ പവർ ജനറേഷൻ എന്നാണ് ചോദിച്ചുള്ളത് അല്ലെ. കോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, ഗ്യാസ് ഓയിൽ ഉണ്ട്, അതേപോലെ തന്നെ ഗ്യാസോലിൻ എന്നാണ്, ഗ്യാസ് ഓയിൽ ഉണ്ട്, ഗ്യാസോലിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണ്, അത് കോൾ തന്നെയാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് കോളാണ്. ഇപ്പൊ ഇത് മാത്രമല്ല, എന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഇപ്പൊ അതിന്റെ ഒരു ഇതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കറിയാം കോളാണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ നമ്മളിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്താണ്, കോളാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതും കോളാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പവർ ജനറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കോൾ തന്നെയാണ്. കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ പവർ പ്ലാന്റുകളാണ് കേട്ടോ. തെർമൽ പവർ പ്ലാന്റുകളാണ് ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 58.42 എന്ന് പറയുന്നതൊക്കെ പഴയ പെർസെന്റേജ് ആണ്. ഇപ്പൊ ശരിക്കും ഒരു വീണ്ടും പെർസെന്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. 55 to 55 അതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ഒക്കെയാണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നത് സാധാരണ പറയാറുള്ളത് കോളിന്റെ കൺസെപ്റ്റിൽ കേട്ടോ. കോളാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും 50% നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണ്, പവർ ജനറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് കോൾ തന്നെയാണ് കേട്ടോ ഇന്ത്യയിലെ കൺസെപ്റ്റിൽ. അതായത് കോൾ എന്ന് പറഞ്ഞാൽ തെർമൽ പവർ പ്ലാന്റുകളാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെർമൽ പവർ പ്ലാന്റിന്റെ പല ടൈപ്പിൽ തെർമൽ പവർ പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. അതിപ്പോ അതിലൊന്നാണ് ഈ കോൾ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഡീസലൊക്കെ ഉപയോഗിച്ചുള്ള തെർമൽ പവർ പ്ലാന്റുകൾ എന്ത് ചെയ്യുന്നത് നമുക്ക് കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ്. നമ്മൾ കാലിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഡീസൽ പവർ പ്ലാന്റുകളുണ്ട്. ഡീസൽ ഉപയോഗിച്ച് തെർമൽ പവർ പ്ലാന്റുകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊന്നാണ് കോൾ എന്ന് പറയുന്നത് അല്ലെ. കോൾ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ കൽക്കരി ഉപയോഗിച്ചുള്ള പവർ പ്ലാന്റുകൾ എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് ഇന്ത്യയുടെ കൺസിഡറേഷനിൽ കൂടുതലായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ അതിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമ്മളെ കേരളത്തിലാണെങ്കിൽ ഹൈഡ്രോ ആണ് എന്ത് ചെയ്യുക കൂടുതലായിട്ട് വരുന്നുണ്ടാവും കേട്ടോ. അത് ഹൈഡ്രോ ആയിട്ടായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ അതും കൂടി ഒന്ന് നോക്കി വെക്കാം. ഹൈഡ്രോ കൂടി കേരളത്തിന്റെ കൺസെപ്റ്റിൽ ഹൈഡ്രോ ആണ് കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത്. നെക്സ്റ്റ്, 4 types of power plants have been given, out of which 3 are alike in some manner and 1 is different. Select the odd one. Thermal power plant, nuclear power plant, solar power plant and hydroelectric power plant. Question clear ആയല്ലോ. 4 പവർ പ്ലാന്റുകളോട് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതോ ഒന്ന് ഓഡ് വൺ ആണ് അല്ലെ. അതായത് ഓഡ് വൺ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. തെർമലും ഉണ്ട്, ന്യൂക്ലിയർ ഉണ്ട്, സോളാർ ഉണ്ട്, ഹൈഡ്രോ ഉണ്ട്. നമുക്ക് ആ ഒരു ഡിഫറെന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മോട് കേട്ടുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഏതാണ് ആ ഡിഫറെന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഈ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഏതാ ഡിഫറെന്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ പല മെത്തേഡുകൾ നോക്കുമ്പോൾ പലവർക്കും പലതായിരിക്കും ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ടാവുക.
പക്ഷെ എന്നാലും നമുക്ക് ഇതിൽ ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് നമ്മൾ നോക്കുമ്പോൾ എന്ന് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മളിപ്പോ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട 3 പവർ പ്ലാന്റുകളെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഏതെന്നത്? ഒന്ന് ഹൈഡ്രോ, ഒന്ന് എന്തായിരുന്നു? തെർമൽ ആയിരുന്നു. മൂന്നാമത്തത് നമ്മൾ എന്താ പറഞ്ഞത്? ന്യൂക്ലിയർ ആയത് പറഞ്ഞു അല്ലെ. ന്യൂക്ലിയർ എന്ന് പറഞ്ഞു. അപ്പൊ 1, 2, 3 ഈ 3 പവർ പ്ലാന്റുകളെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. കാരണം ഈ 3 പവർ പ്ലാന്റുകളെ നമ്മൾ അറിയപ്പെടുന്നത്, ഈ 3 പവർ പ്ലാന്റുകൾ മാത്രമല്ല, പക്ഷെ ഈ 3 പവർ പ്ലാന്റുകളെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നതാണ് എന്ത് ചെയ്യുന്നത്? ബേസ് ലോഡ് പവർ പ്ലാന്റുകൾ എന്ന് അറിയപ്പെടുന്നത് അല്ലെ. ബേസ് ലോഡ് പവർ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോഡ് കവർ ചെയ്യാൻ അല്ലെങ്കിൽ ലോഡിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും പവർ ജനറേഷൻ നടക്കുന്ന പവർ പ്ലാന്റുകളാണ് എന്ത് ചെയ്യുന്നത്? ബേസ് ലോഡ് പവർ പ്ലാന്റുകൾ എന്ന് പറയുന്നത് അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 24/7 എന്നൊക്കെ പറയുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പവർ ജനറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പവർ പ്ലാന്റുകളാണ് നമ്മൾ ബേസ് ലോഡ് പവർ പ്ലാന്റുകൾ എന്ന് പറയുന്നത്. ഈ ബേസ് ലോഡ് പവർ പ്ലാന്റുകളിൽ പെടുന്ന പവർ പ്ലാന്റുകളാണ് തെർമലും ന്യൂക്ലിയറും അതുപോലെ തന്നെ ഹൈഡ്രോ പവർ പ്ലാന്റും എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം അല്ലെ. തെർമൽ, ന്യൂക്ലിയർ ആൻഡ് ഹൈഡ്രോ പവർ പ്ലാന്റുകൾ എന്ന് പറയാം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു രൂപത്തിൽ പറയാം, കൺവെൻഷണൽ അല്ലെ. നമ്മൾ പറഞ്ഞു അല്ലെ, കൺവെൻഷൻ ആൻഡ് നോൺ കൺവെൻഷൻ പറഞ്ഞു. ഇതിനകത്ത് ഏതാ വരുന്നുണ്ടായിരിക്കും? അത് കൺവെൻഷണൽ എനർജി സോഴ്സസ് ആണ് അല്ലെ. തെർമൽ ആണെന്നുണ്ടെങ്കിലും ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും അത് കൺവെൻഷണൽ പവർ പ്ലാന്റുകളാണ് കേട്ടോ. ഹൈഡ്രോയുടെ കാര്യത്തിൽ ഞാൻ എടുത്ത് പറയുന്നു, അത് കൺവെൻഷണൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? എടുക്കുക. പക്ഷെ ക്വസ്റ്റ്യനിൽ ചിലതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്താൻ വേണ്ടിയിട്ട്. എനർജി സോഴ്സസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഹൈഡ്രോ ഒരു നോൺ കൺവെൻഷണൽ ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. അതായത് ഹൈഡ്രോ എന്ന് പറയുന്നത് വെള്ളം ആണ്, നമുക്ക് എന്ത് പറയാം? അത് നോൺ കൺവെൻഷണൽ ആയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതിനനുസരിച്ച് നിങ്ങൾ ഒന്ന് ജസ്റ്റ് അതിന്റെ ഒരു ഇതും കൂടി നോക്കിയിട്ട്, ഓപ്ഷൻസും കൂടി നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. കാരണം ഹൈഡ്രോ നമ്മൾ ഈ വെള്ളത്തിന് മാത്രം കൺസെപ്റ്റ് പറയുന്ന സമയത്ത്, അതായത് എനർജി സോഴ്സ് വെള്ളമായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അത് കുറെ എണ്ണത്തിൽ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അത് കൺവെൻഷണൽ ആയിട്ട്, നോൺ കൺവെൻഷണൽ ആയിട്ട്, റിന്യൂവബിൾ ആയിട്ട് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടി ജസ്റ്റ് നോക്കുക. നിങ്ങൾക്ക് ഇതിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് തോന്നുന്നു, നമ്മളൊരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ട് അത്. അപ്പൊ ഇവിടെ നമുക്ക് ഏതാ വരുന്നുണ്ടായിരിക്കാം? ഈ ഒരു കാറ്റഗറി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സോളാർ ആണ് അല്ലെ. അതായത് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബേസ് ലോഡും അതേപോലെ തന്നെ പീക്ക് ലോഡും ആണ് അല്ലെ. സോളാർ ഏതാ വരുന്നുണ്ടായിരിക്കാം? പീക്ക് ലോഡ് പവർ പ്ലാന്റ് ആണ് കേട്ടോ. സോളാർ എന്ന് പറയുന്നതാണ് ഒരു പീക്ക് ലോഡ് പവർ പ്ലാന്റ് ആണ്. അപ്പൊ ബേസ് ലോഡ് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് നീഡഡ് പ്രൊവൈഡ് പവർ ടു കോമ്പോണന്റ്സ് ടു കീപ് റണ്ണിങ് അറ്റ് ഓൾ ടൈംസ് അല്ലെ. അറ്റ് ഓൾ ടൈംസ്, എല്ലാ സമയത്തും നമ്മളെ ലോഡ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ലോഡിനെ മീറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവുന്ന പവർ പ്ലാന്റുകളെ നമ്മൾ വിളിക്കുന്നത് ബേസ് ലോഡ് പവർ പ്ലാന്റുകൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ബേസ് ലോഡ് പവർ സ്റ്റേഷൻസ് എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ആണെന്നുണ്ടെങ്കിലും കോൾ അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റുകൾ ആണെന്നുണ്ടെങ്കിലും റൺ ഓഫ് ദ റിവർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഇതിൽ ഈ റൺ ഓഫ് ദ റിവർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത് 2 രീതിയിൽ പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളെ പറയുന്നുണ്ട് അല്ലെ. റൺ ഓഫ് ദ റിവർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും പമ്പ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് കേട്ടോ. രണ്ടും രണ്ടാണ്. ബേസ് ലോഡിനകത്ത് വരുന്നതാണ് റൺ ഓഫ് ദ റിവർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അവിടെയാണ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ എടുത്ത് പറയുള്ളൂ. അതായത് നമ്മൾ നോർമൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളെ പറയുന്ന പേരാണ്, നോർമൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ് റൺ ഓഫ് ദ റിവർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾ എന്ന് പറയുന്നത്. പിന്നെ ജിയോ തെർമൽ പ്ലാന്റ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ബേസ് ലോഡ് പവർ പ്ലാന്റുകളായിട്ട് പറയാം കേട്ടോ. എന്നാൽ നമ്മൾ ഈ പമ്പ്ഡ് സ്റ്റോറേജ് ടൈപ്പ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾ ഉണ്ട് അല്ലെ. പമ്പ്ഡ് സ്റ്റോറേജ് ടൈപ്പ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾ ഉണ്ട്. അത്തരം പവർ പ്ലാന്റുകളെ നമ്മൾ എന്താ വിളിക്കുന്നുണ്ടായിരിക്കുക? അത് പീക്ക് ലോഡ് പവർ പ്ലാന്റുകളുടെ കാറ്റഗറിയിലാണ് പറയാം കേട്ടോ. പമ്പ്ഡ് സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ അത് പീക്ക് ലോഡ് പവർ പ്ലാന്റുകളുടെ ഇതിലാണ് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. പീക്ക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ, ആ ഒരു ഡ്യൂറേഷനിലേക്ക് മാത്രം ഇലക്ട്രിസിറ്റി മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവുന്ന പവർ പ്ലാന്റുകൾ. കാരണം അതിനൊരു നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 24/7 നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടൈം പീരീഡിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പീക്ക് ലോഡ് പവർ പ്ലാന്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. പീക്ക് ലോഡ് പവർ പ്ലാന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ സോളാർ, വിൻഡ്, ഗ്യാസ്, ഡീസൽ തുടങ്ങിയതൊക്കെ എന്തിനാ വരുന്നുണ്ടായിരിക്കാം? പീക്ക് ലോഡ് പവർ സ്റ്റേഷൻസിലാണ് വരുന്നുണ്ടാവും കേട്ടോ. പീക്ക് ലോഡ് പവർ സ്റ്റേഷൻസിലാണ് വരുന്നുണ്ടാവും. അപ്പൊ ബേസ് ലോഡ് പവർ സ്റ്റേഷനും ആൻഡ് പീക്ക് ലോഡ് പവർ സ്റ്റേഷനും ആണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞുതരാം അല്ലെ. അപ്പൊ അതിലാണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ കൺവെൻഷനലും നോൺ കൺവെൻഷനലും വെച്ചിട്ടും നമുക്ക് പറയാം, റിന്യൂവബിളും നോൺ റിന്യൂവബിളും വെച്ചിട്ടും പറയാം കേട്ടോ. അപ്പൊ അതൊക്കെ 3 വെച്ചിട്ട് പറയാം. എല്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ സോളാർ തന്നെയാണ് എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും അല്ലെ. മറ്റേതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഇട്ടോട്ടെ. ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ 3 ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോഴും നമുക്ക് അത് സോളാർ പവർ പ്ലാന്റുകൾ തന്നെയാണ് എന്ത് ചെയ്യുക? കൂടുതലായിട്ടും വരുന്നുണ്ടാവും അല്ലെ. പിന്നെ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്, എക്കണോമിക്കൽ ഫാക്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തെർമൽ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് കാര്യത്തിൽ നമുക്ക് രണ്ടായിട്ടേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് ഒന്നുകൂടി ഡിസ്കസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ലാസ്റ്റ് പറഞ്ഞാലും മതി, നമുക്ക് ആ ഒരു ഇതൊന്നും കൂടി നോക്കാം.
ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് അതിനകത്തുനിന്ന് നമുക്ക് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു 3 ക്ലാസിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പറയാം അല്ലെ. നെക്സ്റ്റ്, വാട്ട് ഇസ് എ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് നോൺ കൺവെൻഷണൽ പവർ ജനറേഷൻ? പൂർ എഫിഷ്യൻസി, നോ കോൺസ്റ്റന്റ് ജനറേഷൻ, ക്യാൻ യൂസ് ഓൺലി ലൈറ്റ് ലോഡ്സ്, ഹെവി ലോഡ് cannot be operated. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഇസ് എ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് അല്ലെ, ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ദ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നാണ് അല്ലെങ്കിൽ പവർ ജനറേഷൻ എന്നാണ് ചോദിച്ചുള്ളത്. അപ്പോ അതിനകത്ത് നമ്മൾ ഡിസ്അഡ്വാൻറ്റേജ്, അതായത് നോൺ കൺവെൻഷണൽ പറയുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞപ്പോൾ പീക്ക് ലോഡ് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണമൊക്കെ എന്താണ്? അതിനുള്ള കാരണം എന്താണ്? നമ്മളെ എഫിഷ്യൻസി പ്രോബ്ലം ആണ് അല്ലെ, എഫിഷ്യൻസി കുറവാണ് എന്നുള്ളത് തന്നെയാണ്. അത് കോൺസ്റ്റന്റ് ജനറേഷൻ ഇല്ല എന്നുള്ളത് കാര്യമാണ്, നമുക്ക് അതിൽ പറയാൻ പറ്റുന്നതാണ്, നോൺ കൺവെൻഷനിൽ പറയാൻ പറ്റുന്നതാണ്. ലൈറ്റ് ലോഡുകൾക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് പറയാൻ പറ്റുന്നതാണ്. ഹെവി ലോഡ് കാനോട്ട് ബി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ പറയുന്നതാണ്. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് ചോദിച്ചത് പറഞ്ഞിട്ടുണ്ട്, ഡിസ്അഡ്വാൻറ്റേജ് ആണെന്നാണ് ചോദിച്ചത്, അല്ല ചോദിച്ചത് മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് വന്നതാണിത്. കാരണം ഒന്ന് കൂടുതൽ ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരേപോലെ ആൻസർ വരുന്ന രീതിയിൽ ഉണ്ടായിരിക്കും. പക്ഷെ അതിനകത്തുനിന്ന് ഏതാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സെലക്ട് ചെയ്യേണ്ടി വരും. നിങ്ങളെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം, 2022-23 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് അത് പ്രത്യേകിച്ചും ഈ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസിനാണ് അങ്ങനെ വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഡിസ്അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ഒക്കെ പറയുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും, ഒന്നിൽ കൂടുതൽ പോയിന്റുകൾ ഡിസ്അഡ്വാൻറ്റേജോ അഡ്വാൻറ്റേജോ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആ സാധനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് വരുന്ന കാര്യം എന്താണോ അതാണ് അതിന്റെ ഏറ്റവും മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം എന്താണോ അതാണ് അതിന്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ അത് ശരിക്കും കൺവെൻഷണൽ പവർ ജനറേഷന്റെ കാര്യത്തിൽ നോൺ കൺവെൻഷണൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പോയിന്റ് എഫിഷ്യൻസിയുടെ കാര്യം തന്നെയാണ് കേട്ടോ. എഫിഷ്യൻസി വളരെ ലോ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പവർ ജനറേഷൻ പറയുന്നത്. അത് നമ്മൾ അതുപോലെ തന്നെ കോസ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് പറയാം കേട്ടോ. കോസ്റ്റിന്റെ കാര്യത്തിലും ശരിക്കും നമ്മളത് പറയുന്നുണ്ട്. കാരണം ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റണ്ണിങ് കോസ്റ്റിന്റെ കേസിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിലൊരു കാര്യം പറയാം അല്ലെ. റണ്ണിങ് കോസ്റ്റ് കുറവായിരിക്കും, എന്നാൽ ഇനീഷ്യൽ കോസ്റ്റിന്റെ കേസിലാണ് ഡിസ്അഡ്വാൻറ്റേജ് വരുന്നുണ്ടാവുക. അതായത് നമ്മൾ ആ ഒരു സ്റ്റാർട്ടിംഗ് ടൈപ്പിലുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ക്ലാസിഫിക്കേഷൻ പറയാം. പ്രധാനപ്പെട്ട പോയിന്റ് ഇതിനകത്ത് എഫിഷ്യൻസി ആണ് കേട്ടോ. എഫിഷ്യൻസിയുടെ കാര്യത്തിലാണ് വരിക. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ജനറേഷൻ ഉണ്ടാവില്ല, ലൈറ്റ് ലോഡുകൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഹെവി ലോഡ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ലൈറ്റ് ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ ലോഡുകൾക്കൊന്നും കൂടുതലായിട്ട് നമുക്ക് അത്രയും അധികം കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരും അല്ലെ, അതിനൊരു യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ സാധാരണ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ലോഡുകൾക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അതിൽ മെയിൻ ആയിട്ടുള്ള ഏതാണെന്ന് അത് നമ്മൾ എന്ത് ചെയ്യാം, ആൻസർ ആയിട്ട് എഴുതാം. നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഹൈ ഇനീഷ്യൽ കോസ്റ്റ്, ലെസ് റിലയബിൾ ആൻഡ് എഫിഷ്യൻസി, cannot be used base load demand, and many non-conventional sources are still in the infant stages, are required a lot of development effort അല്ലെ. അതായത് എല്ലാം ജസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലേ ഉള്ളൂ, എല്ലാം നമുക്ക് എന്ത് ചെയ്യാണ്, ഇതൊന്ന് തുടങ്ങി വരുന്നേ ഉള്ളൂ അല്ലെ. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പൊ നമുക്കറിയാം മൂവ്മെന്റിൽ വരെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല. അപ്പൊ എല്ലാം ഇൻഫാന്റ് ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മാത്രമാണെന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം അല്ലെ. അതാണ് നോൺ കൺവെൻഷണൽ ഇതിന്റെ ഒരു നോൺ കൺവെൻഷണൽ ഒരു ഇതായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഫോർ സ്മാൾ സ്കെയിൽ പവർ ജനറേഷൻ ടു സ്പെസിഫിക് പർപ്പസ്? ഹൈഡ്രോ, വിൻഡ്, ന്യൂക്ലിയർ ആൻഡ് തെർമൽ. കേട്ടോ, എന്താണ് വിച്ച് ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഫോർ സ്മാൾ സ്കെയിൽ പവർ ജനറേഷൻ ടു സ്പെസിഫിക് പർപ്പസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സ്പെസിഫിക് പർപ്പസിന് സ്മാൾ സ്കെയിൽ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഈ സ്പെസിഫിക് പർപ്പസിന് സ്മാൾ സ്കെയിൽ ഏതാ വരുന്നുണ്ടാവുക? ഓക്കെ, നമുക്ക് അറിയാം അല്ലെ. നമ്മളിപ്പോ ഇതിനകത്ത് എല്ലാം ബാക്കിയെല്ലാം ഹൈ സ്കെയിൽ ആയത്. നമ്മളിപ്പോ ഇത് നമുക്ക് വേണമെങ്കിൽ അല്ലെ ബേസ് ലോഡിനോ പീക്ക് ലോഡിന്റെ കൺസെപ്റ്റിലേക്ക് എടുക്കാം കേട്ടോ. ഹൈഡ്രോ ആണെങ്കിലും ന്യൂക്ലിയർ ആണെങ്കിലും തെർമൽ ആണെങ്കിലും എന്താണ്, അതൊരു സ്പെസിഫിക് ലോഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പവർ ജനറേഷൻ മെത്തേഡ് അല്ല അല്ലെ. നമ്മൾ എന്താണ് ഒരു വൈഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പവർ ജനറേഷൻ മെത്തേഡാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക വിൻഡ് ആണ് കേട്ടോ. വിൻഡാണ്. വിൻഡ് സോളാർ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ പീക്ക് ലോഡിൽ ഏതാണോ പെട്ടത് അത് വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. പീക്ക് ലോഡ് പവർ പ്ലാന്റുകൾ ഏതും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ആൻസർ ആയിട്ട് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പവർ പ്ലാന്റ് ഹാസ് ദ മാക്സിമം ക്യാപിറ്റൽ കോസ്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പവർ പ്ലാന്റ് ഹാസ് മാക്സിമം ക്യാപിറ്റൽ കോസ്റ്റ് അല്ലെ. മാക്സിമം ക്യാപിറ്റൽ കോസ്റ്റ്. സ്റ്റീം പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഡീസൽ പവർ പ്ലാന്റ്. ഇത് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു ആൻസറും കൂടിയാണ് കേട്ടോ. ജസ്റ്റ് കുറെ പേർക്ക് സംശയങ്ങൾ ഉണ്ടാവുന്ന കുറെ പേർക്ക് തെറ്റിപ്പോകുന്ന ഒരു ആൻസർ ഉള്ളതാണിത്. നമ്മളെല്ലാവരുടെ അടുത്തും സ്റ്റീം, ന്യൂക്ലിയർ, ഹൈഡ്രോ ആൻഡ് ഡീസൽ എന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്നത് ഹൈഡ്രോയുടെ കൺസെപ്റ്റിലേക്ക് ആയിരിക്കും പോകുന്നുണ്ടാവും. പക്ഷെ ഹൈഡ്രോ അല്ല. ഞാൻ കുറെ ഇത് കണ്ടുകൊണ്ട് പറയണം. അപ്പൊ അത് പെട്ടെന്ന് എല്ലാവർക്കും തെറ്റിപ്പോകുന്നതാണ്. ഹൈഡ്രോ അല്ല ക്യാപിറ്റൽ കോസ്റ്റ് കൂടുതലായിട്ട് വരുന്ന
പവർ പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ. ക്യാപിറ്റൽ കോസ്റ്റ് കൂടുതലായിട്ട് വരുന്ന പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് കേട്ടോ. ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ കോസ്റ്റ് വരുന്ന പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് ഇപ്പൊ ഈ ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വേരിയസ് ആയിട്ടുള്ള പവർ പ്ലാന്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഇതുപോലെ ഇപ്പൊ ഇനീഷ്യൽ കോസ്റ്റ്, റണ്ണിങ് കോസ്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റിന്റെ കൺസെപ്റ്റില്, അതേപോലെ സൈറ്റ് സെലക്ഷന്റെ കൺസെപ്റ്റില് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള അതിന്റെ ഒരു കമ്പാരിസൺ ടേബിൾ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ. അതായത് ജസ്റ്റ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് വന്നുള്ള ക്യാരക്ടർ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഉള്ള ഒരു ടേബിൾ ആണത്. ടേബിൾ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കുക. കാരണം ഇതിന് എന്താ കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളതെല്ലാം കേട്ടോ. ഇപ്പൊ സൈറ്റ് സെലക്ഷന്റെ കാര്യത്തിലാണെങ്കിൽ തെർമൽ പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഡീസൽ പവർ പ്ലാന്റ്, ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. ഡീസൽ ഞങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല. തെർമലും ഹൈഡ്രോ ന്യൂക്ലിയറും ആണ് നമുക്ക് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് ആയിട്ട് കൂടുതലായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഇതിനകത്ത് സൈറ്റ് സെലക്ഷന്റെ കാര്യത്തിൽ നമുക്ക് അറിയാം എന്താണ് ഈ സൈറ്റ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാ പോയിന്റും കൂടി എടുത്തിട്ടില്ല. ജസ്റ്റ് സൈറ്റ് സെലക്ഷന്റെ എല്ലാ പോയിന്റും നിങ്ങൾ എന്ത് ചെയ്യണം നോക്കി വെക്കണം. ഇതിനകത്ത് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് സൈറ്റ് സെലക്ഷനിൽ തെർമൽ പവർ പ്ലാന്റുകൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നുണ്ടാവുക എന്താണ് വാട്ടറിന്റെയും അതുപോലെ തന്നെ കോളിന്റെയും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉള്ള ഒരു ഭാഗമായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ വാട്ടറിന്റെയും കോളിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു ഭാഗമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ തെർമൽ പവർ പ്ലാന്റിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അതിന്റെ ഒരു സൈറ്റ് സെലക്ഷൻ ഇതായിട്ട് പറയുന്നത് കേട്ടോ. അതിന്റെ കാര്യമായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പറയുന്നത് ലാർജ് വാട്ടർ റിസർവേഴ്സ് കൺസിഡർ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമായിരിക്കണം എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ പറയുന്നുണ്ടാവുക. ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. പോപ്പുലേറ്റഡ് ഏരിയ അല്ലാതിരിക്കണം, പോപ്പുലേറ്റഡ് ഏരിയ അല്ലാതിരിക്കണം, അല്ലെങ്കിൽ പോപ്പുലേറ്റഡ് ഏരിയയിൽ നിന്നും ഡിഫറെന്റ് വിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത് കേട്ടോ. ഇനി അതെല്ലാം ഹയസ്റ്റ് ഉള്ള ഒരു പോയിന്റ് മാത്രമേ പറഞ്ഞു കൊണ്ടുള്ളൂ, ബാക്കി നിങ്ങൾ നോക്കി വെക്കുക. ഇനീഷ്യൽ കോസ്റ്റ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വരുന്നത് നമ്മൾ അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ കേസിലായിരിക്കും. റണ്ണിങ് കോസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് തെർമൽ പവർ പ്ലാന്റുകളുടെ കേസിലായിരിക്കും കേട്ടോ. തെർമൽ പവർ പ്ലാന്റുകളുടെ കേസിലാണ് റണ്ണിങ് കോസ്റ്റ് കൂടുതലായിട്ട് വരിക. ന്യൂക്ലിയറും തെർമലുമായിട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റണ്ണിങ് കോസ്റ്റ് കേട്ടോ ഓർത്ത് വെക്കുക. റണ്ണിങ് ആണ് പറഞ്ഞിട്ടുള്ളത്, മെയിൻ്റെനൻസ് അല്ല. രണ്ട് കോസ്റ്റ് ആണ്. റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന കോസ്റ്റിനെയാണ് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഫ്യൂവൽ ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവലിന്റെ ട്രാൻസ്പോർട്ടേഷൻ, ഫ്യൂവലിന്റെ അവൈലബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് അതേപോലെ തന്നെ ആ ഫ്യൂവൽ എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കൺസിഡറേഷൻ വരുന്ന കോസ്റ്റ് ആണ് റണ്ണിങ് കോസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. മെയിൻ്റെനൻസ് കോസ്റ്റിന്റെ കേസിൽ വരുന്നുണ്ടാവുക എന്ന് പറയുന്നത് അവിടുത്തെ ലേബർ ചാർജ്, ബാക്കിയുള്ള ലോൺ തുടങ്ങിയുള്ള മറ്റുള്ള പ്രോസസ്സുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് പറയുന്നതാണ് നമ്മൾ മെയിൻ്റെനൻസ് കോസ്റ്റ് ആയിട്ട് പറയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഈ മെയിൻ്റെനൻസ് കോസ്റ്റിന്റെ കൺസെപ്റ്റിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. കാരണം ഹൈലി സ്കില്ലഡ് ആയിട്ടുള്ള ലേബേഴ്സ് കാര്യങ്ങൾ വേണം എന്നുള്ളതും ഹൈ പ്രൊട്ടക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് കൊണ്ട് അതെന്താണ് മെയിൻ്റെനൻസ് കോസ്റ്റിന്റെ കാര്യത്തിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളായിരിക്കും അവിടെ വരുന്നുണ്ടാവും കേട്ടോ. പിന്നെ സോഴ്സ് ഓഫ് പവർ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അത് കോള്, വാട്ടർ ആൻഡ് ന്യൂക്ലിയർ ആണ് വരുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് ഫ്യൂവൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അതും ഹൈ ആയിട്ട് വരുന്നത്. കാരണം ഫ്യൂവലിന്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഹൈ എന്ന് പറയുന്നത് എപ്പോഴും തെർമൽ പവർ പ്ലാന്റ് കേസിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഓവറോൾ എഫിഷ്യൻസി ഓർത്ത് വെക്കുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു റേഞ്ച് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഞാൻ ഒരു കറക്റ്റ് വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. 25%, 85% ആൻഡ് 35% ആണ് എന്ത് ചെയ്യുന്നത് ഒരു ഓവറോൾ എഫിഷ്യൻസി ആയിട്ട് വരുന്നത്. 25% ആണ് എന്ത് ചെയ്യുന്നത് ലീസ്റ്റ് ആയിട്ട് വരുന്നത് അതിന്റെ തെർമൽ പവർ പ്ലാന്റുകളുടെ കേസിലാണ്. 25 ആണ്. നമുക്ക് ഒരു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് എനിക്ക് 26 to 30 എന്നൊക്കെ വന്നു കേട്ടോ. അതവര് ഒരു വാല്യൂ, ആ ഒരു വാല്യൂ ഓർത്ത് വെക്കുക. അതിന്റെ ഒരു റേഞ്ച് അവിടെ ആയിരിക്കും വരാറില്ല. കാരണം അതിന്റെ അത്രയും റേഞ്ച് അടുത്ത് വരുന്ന വാല്യൂസ് ഒന്നും തരില്ല. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് വാല്യൂ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ആ ഒരു വാല്യൂ എത്രയെന്നുള്ളത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ എത്രത്തോളം കോൾ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ് ഈക്വൽ ടു 50% എന്ന് പറയാം. അതാണ് നമ്മൾ തെർമൽ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും എഫിഷ്യൻസി കുറഞ്ഞ മെത്തേഡാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അതും കൂടി ഓർത്തേക്കട്ടെ. ഏറ്റവും എഫിഷ്യൻസി കുറഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കൺവെൻഷണൽ സോഴ്സിൽ ഏറ്റവും എഫിഷ്യൻസി കുറഞ്ഞ മെത്തേഡ് എന്നുള്ള രീതി നമുക്ക് പറയാം അല്ലെ. സ്റ്റാർട്ടിങ് ഈസി ആയിട്ട് ലോട്ട് ഓഫ് ടൈം ഇൻസ്റ്റന്റ്ലി ആൻഡ് ഈസിലി എന്നുള്ള സ്റ്റാർട്ട് ജസ്റ്റ് ഇലക്ട്രിസിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. പിന്നെ സ്പേസിന്റെ കാര്യം ചോദിച്ചതാണ്. നമ്മുടെ ഒരു ലാർജ് സ്പേസ് വേണ്ടത് ശരിക്കും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. അവിടെയും കൂടി ഒരു ഡൗട്ട് വരുന്ന കേസാണ്. ലാർജ് സ്പേസ് വേണ്ടത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. കാരണം റിസർവോയർ, ആ ഒരു റിസർവോയറിന്റെ സ്പേസും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് കേട്ടോ. റിസർവോയറിന്റെ സ്പേസും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നുണ്ടാവും. പിന്നെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അതൊരു കൺസെപ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ ലീസ്റ്റ് നമുക്ക് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊരു ഇതായിട്ട് എടുക്കേണ്ട. അതങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവാണ്. കാരണം ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു വലിയ പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കേണ്ട
ആവശ്യമില്ല. അപ്പൊ ഇത്രയും ഒരു 50 പോയിന്റ് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. അത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റുകളാണ് ഈ കൊടുത്തത് എല്ലാം കേട്ടോ. എല്ലാം ഹയസ്റ്റ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എല്ലാത്തിനും ലോവസ്റ്റും കൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതും കൂടെ അതിന് കൂടെ നോക്കിയിട്ട് കേട്ടോ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡീസൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല, ബാക്കിയുള്ള 3 എണ്ണത്തിലും ഈ ഒരു കമ്പാരിസൺ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ജസ്റ്റ് നമുക്ക് ഒരു വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ലെവലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടെയാണ് കേട്ടോ അത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഹാസ് ദ ലോവസ്റ്റ് റണ്ണിംഗ് കോസ്റ്റ്? സ്റ്റീം പവർ ജനറേഷൻ സ്റ്റേഷൻ, ഡീസൽ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ, ഹൈഡ്രോ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആൻഡ് ഗ്യാസ് ടർബൈൻ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ. അല്ലെ, ലോവസ്റ്റ് റണ്ണിംഗ് കോസ്റ്റ് ആണ് ചോദിച്ചുള്ളത്. ലോവസ്റ്റ് റണ്ണിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഹൈഡ്രോ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണ് കേട്ടോ. റണ്ണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഫ്യൂവലിന്റെ കൺസെപ്റ്റിലാണ് പറയുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ഹൈഡ്രോ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണ്. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു എന്നുള്ളൂ, കാരണം ഇതിനായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് എങ്ങനെ വരുന്നു എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു ടേബിൾ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിന് ഓരോന്നും നമ്മളോട് എന്ത് ചെയ്യാം, ചോദിക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ ആയിരിക്കും, ഒന്ന് ഹയസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലോവസ്റ്റ്. ഈ ഒരു കൺസെപ്റ്റിലായിരിക്കും അവിടുന്ന് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ഫോർ റേസിംഗ് ബോയിലർ എഫിഷ്യൻസി ഓഫ് തെർമൽ പവർ സ്റ്റേഷൻ? അത് നമ്മളിപ്പോ 2025 എഴുതിയതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ഫോർ റേസിംഗ് ബോയിലർ എഫിഷ്യൻസി ഓഫ് തെർമൽ പവർ സ്റ്റേഷൻ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ കാരണം ഇതിനകത്തുള്ള 4 കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഓപ്ഷൻസ് ചെക്ക് ചെയ്യുന്ന 4 കാര്യങ്ങളും നമ്മുടെ തെർമൽ പവർ സ്റ്റേഷന്റെ കൺസെപ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ എയർ പ്രീ ഹീറ്റർ ആണെങ്കിലും സൂപ്പർ ഹീറ്റർ ആണെങ്കിലും കണ്ടൻസർ ആണെന്നുണ്ടെങ്കിലും എക്കണോമിസർ ആണെന്നുണ്ടെങ്കിലും എല്ലാം എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് അല്ലെ. എല്ലാം എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിനകത്ത് എന്തുകൊണ്ട് എല്ലാം എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എയർ പ്രീ ഹീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓപ്ഷൻ 1 എയർ പ്രീ ഹീറ്റർ ആണെന്നുണ്ടെങ്കിൽ, ഈ എയർ പ്രീ ഹീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബോയിലറിലേക്ക് കൊടുക്കുന്ന എയറിനെ അല്ലെ, അതായത് ബോയിലറിലേക്ക് കത്തുന്ന ആവശ്യമായിട്ട് കൊടുക്കുന്ന എയറിനെ, ആ എയറിനെ മോയ്സ്ചർ കണ്ടന്റ് ഒഴിവാക്കി പ്രീ ഹീറ്റ് ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയർ പ്രീ ഹീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ എയർ പ്രീ ഹീറ്റർ അവിടെ ആ ഒരു പ്രീ ഹീറ്റ് അവിടെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം വരുന്നുണ്ടായിരിക്കാം? ഇത് ബോയിലറിനകത്ത് ഹീറ്റ് ചെയ്യേണ്ടി വരും. ബോയിലറിനകത്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? എഫിഷ്യൻസി കുറയാൻ കാരണമായിട്ട് വരും അല്ലെ. അതായത് നമ്മൾ കൊടുക്കുന്ന ഫ്യൂവലിനനുസരിച്ചിട്ടുള്ള ഒരു ഹീറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. കാരണം എയറിന് ഓൾറെഡി മോയ്സ്ചർ ആയിട്ടുള്ള എയർ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഇതാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതാണ് എയർ പ്രീ ഹീറ്ററിന്റെ കൺസെപ്റ്റില് അവിടെ ബോയിലർ ആ ഒരു എഫിഷ്യൻസിയുടെ കാര്യത്തിലേക്ക് നമുക്കത് കൺസിഡർ ചെയ്യാം അല്ലെ. രണ്ടാമത്തെ സൂപ്പർ ഹീറ്റർ ആണ്. സൂപ്പർ ഹീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിലറിൽ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോയിലറിൽ ഉണ്ടാവുന്ന ആ സ്റ്റീമിനെ എന്ത് ചെയ്യാണ്, ഒന്നും കൂടെ ഹീറ്റ് ചെയ്ത് അതിനകത്തുള്ള ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കൺസെപ്റ്റിലേക്ക് നമുക്ക് പറയാം അല്ലെ. വെറ്റ് ആയിട്ടുള്ള സ്റ്റീമാണ് വരുന്നുണ്ടാവുക. ആ വെറ്റ് ആയിട്ടുള്ള സ്റ്റീമിനെ ഡ്രൈ ആയിട്ടുള്ള മാറ്റുന്ന ഡിവൈസ് ആണ് എന്ത് പറയുന്നത്, നമ്മളെ സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്നത് അല്ലെ. ഡ്രൈ ആയിട്ടുള്ള സ്റ്റീമായിട്ട് നമ്മൾ മാറ്റുന്നതാണ് സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ എയറിനെ പറഞ്ഞ പോലെ തന്നെ എയറിനകത്ത് നമ്മൾ മോയ്സ്ചറൈസറുള്ള എയർ ആണ് ഉള്ളിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സ്റ്റീം ആയിരിക്കും വരുന്നത്. അപ്പൊ അതിനകത്ത് നിന്ന് ഈ മോയ്സ്ചർ കണ്ടന്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും സൂപ്പർ ഹീറ്ററിന്റെ പർപ്പസ് ആയിട്ട് പറയുന്നത്. അപ്പൊ അതും നമുക്കറിയാം എന്താണ്, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനുള്ള സാധനമാണ്. തെർമൽ പവർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനുള്ള സാധനമാണ്. നെക്സ്റ്റ് നമ്മളെ കണ്ടൻസർ ആണ്. ഈ കണ്ടൻസറിന്റെ കൺസെപ്റ്റിലേക്ക് നോക്കുമ്പോൾ കണ്ടൻസർ എന്താ, അവിടെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ടറിനെ വീണ്ടും നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് അതിനൊരു റീസൈക്ലിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് കണ്ടൻസർ. അപ്പൊ അതും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തിട്ട് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നാലാമത്തായിട്ട് വരുന്ന ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എക്കണോമിസർ ആണ്. എക്കണോമിസർ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? എക്കണോമിസർ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ കണ്ടൻസറിന് അല്ലെങ്കിൽ നമ്മൾ വരുന്ന വാട്ടറിനെ, നമുക്ക് ഏത് സ്റ്റീമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാട്ടറിനെ, ആ വാട്ടറിനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് എക്കണോമൈസർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 4 കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് എന്താണ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ, തെർമൽ പവർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. പക്ഷെ അവിടെ ബോയിലർ എഫിഷ്യൻസി എന്ന് പറഞ്ഞ് എടുത്ത് പറയുമ്പോൾ നമുക്ക് അതിനടുത്ത് ആൻസർ ഏത് വരുന്നു എന്നതാണ്. അപ്പൊ ബോയിലർ എഫിഷ്യൻസി എന്ന് എടുത്ത് പറയുമ്പോഴും അവിടെ പ്രശ്നമുണ്ട്. കാരണം ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് വരുന്നത്, ബോയിലറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് കേട്ടോ. പക്ഷെ ഈ ബോയിലറിന്റെ പർപ്പസ് എന്താ, അവിടെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ബോയിലറിന്റെ പർപ്പസ് എന്താ? ബോയിലർ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റീം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. എവിടെ നിന്ന് സ്റ്റീം ഉണ്ടാക്കുക, നമ്മൾ വാട്ടറിനെ സ്റ്റീം ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് ബോയിലറിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അല്ലെ. അതിന് നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യുന്നു, ഫയർ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ആ ഒരു വാട്ടറിനെ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്റ്റീം ആക്കി മാറ്റുക എന്നാണ്.
അപ്പൊ ഈ വാട്ടറിനെ എത്രത്തോളം നമുക്ക് സ്റ്റീം ആക്കി മാറ്റാൻ പറ്റുമോ അതാണ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അതിന്റെ എഫിഷ്യൻസി ആയിട്ട് പറയുന്നുണ്ടാവുക, ബോയിലറിന്റെ എഫിഷ്യൻസി ആയിട്ട് പറയുന്നുണ്ടാവുക. അപ്പൊ വാട്ടറിനെ സ്റ്റീം ആക്കി പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെ പറയുന്ന സമയത്ത് അത് നമുക്ക് ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ അത് ലെസ് ഫ്യൂവൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലെസ് ടെമ്പറേച്ചർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവുക, ആദ്യം തന്നെ വെള്ളത്തിനൊന്ന് ചൂടാക്കിയിട്ട് എക്കണോമൈസർ വഴി ചൂടാക്കിയിട്ട് എന്ത് ചെയ്യും, ബോയിലറിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യുക അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ബോയിലറിലെ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണെന്ന് പറയുന്നത്, എക്കണോമൈസറിനെയാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് നിന്ന് വരാം. അതിനകത്ത് മാത്രമല്ല എല്ലാ ഭാഗത്തുനിന്നും അതിന്റെ ഒരു ഓവറോൾ ഇതുപോലുള്ള ഡയഗ്രാം പഠിച്ച് അതിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ഫ്രെയിം ചെയ്യാന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം അല്ലെ, ഓരോ കാര്യങ്ങളും. ഇപ്പൊ എന്താണ് എയർ പ്രീ ഹീറ്റർ, എന്താണ് എക്കണോമൈസർ, എന്താണ് സൂപ്പർ ഹീറ്റർ, എന്താണ് കണ്ടൻസർ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഈ കൺസെപ്റ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഏത് ആൻസർ വരുന്നുണ്ടായിരിക്കാം, എക്കണോമൈസർ എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്.